സാന്ത്വനത്തിന്റെ വരാനുള്ളൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആര്യനെ അടി കിട്ടി ആര്യൻ വിഷമിച്ചു വേദനിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ഗോമതി ആണെങ്കിൽ കൃഷ്ണമംഗലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് തൊള്ളാണ് ചെയ്തത്. എൻ്റെ മോനെ ഉപദ്രവിക്കാൻ മാത്രം വളർന്നോടാ, ഇനി എൻ്റെ മോൻ്റെ മേത്ത് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ ഞാൻ വീട്ടിൽ വന്ന് വെട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലോകിനായിട്ട് കണ്ട വഴക്കൊക്കെ ആയിരുന്നു ഗോമതി. എന്തായാലും വഴക്കും മക്കാണത്തിന്റെ ഇടയിൽ ബാലൻ വരുന്നുണ്ട്. ബാലൻ വരുമ്പോഴും ഗോമതിക്ക് പേടിയൊന്നും തോന്നൂല. അതിനുശേഷം ബാലനാണെങ്കിൽ ആ കാഴ്ച കണ്ട് കുറച്ചു നേരം നിന്ന് പിന്നെ അകത്തേക്ക് പോകും. പിന്നീട് ബാലനോട് ഗോമതി ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ അയൽവക്കത്ത് ചെന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്, ബാലനൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലനൊന്നും മിണ്ടില്ല. അതിനുശേഷം പറഞ്ഞത് നമ്മുടെ മോനെ കണ്ടില്ലേ, അവൻ ചെയ്താണ് അലോക് നമ്മുടെ മോനെ തല്ലി ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ബാലൻ അപ്പോഴും ഒന്നും മിണ്ടില്ല. ബാലൻ അതൊരു വിഷമമായിട്ട് കാണിക്കില്ല. ഇതേ സമയം ബാലൻ അകത്തേക്കും പോകുന്നുണ്ട്. എന്തേ സമയം തന്നെ പിന്നെ മീനാക്ഷി വഴിയിൽ കാത്തുനിൽക്കണ് മിത്രനെയും കാത്തു നിൽക്കും. അങ്ങനെ മിത്രയും എന്താ ചേച്ചി കൂടെ നിൽക്കുന്നത് വെച്ചപ്പോൾ നിന്നെയും കാത്തു നിന്നാണ് നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ നല്ല സന്തോഷത്തോടെ വർത്താനൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് മീനാക്ഷിയുടെ അമ്മനെ വഴിയിൽ വെച്ച് കാണും. അമ്മരത്തേക്ക് മീനാക്ഷി ഓടി ചെല്ലുമ്പോൾ മീനാക്ഷിനെ ആട്ടി ഓടിക്കുന്നു ചെയ്യുന്നത്. ഇനി എന്നെ മുന്നിൽ പോലും വരരുത്, നിന്നെപ്പോലെ ഒരു മകൾ എനിക്കില്ല, മരിച്ചെന്ന് തന്നെ കണക്കാക്കും എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി അവിടെ നിന്ന് ശരിക്കും കരയുന്നൊക്കെ ഉണ്ട്. പിന്നെ മീനാക്ഷിനെ മിത്ര സമാധാനിപ്പിക്കും. ഇതെല്ലാം കഴിഞ്ഞ് അവർ ദേവമംഗലത്തേക്ക് ചെല്ലുമ്പോഴാണ് ആര്യൻ്റെ ആ കാഴ്ച കാണുന്നത്. അവരുടെ ഗോമതി ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയും. ഇത്തിരി ദേഷ്യപ്പെട്ടൊക്കെയാണ് പറയുന്നത്. പിന്നീട് നമ്മുടെ ഗോമതി ആര്യനെ വല്ലാത്ത വിഷമത്തോടെയൊക്കെ നോക്കുകയും ഭയങ്കര ഗോമതി കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ളൊരു കുറ്റബോധം കൊണ്ട് ഗോമതി വിഷമിച്ചിരിക്കും. നമ്മുടെ ആര്യൻ്റെ അടുത്തേക്ക് മിത്ര ചെന്നിട്ട് മാപ്പ് പറയുന്നുണ്ട്. സോറി, ഞാൻ കാരണമല്ല ഇങ്ങനെ ഉണ്ടായത്, ഞാൻ പറഞ്ഞതല്ലേ, സത്യമൊക്കെ നമുക്ക് അവരോട് പറയാമെന്ന് പറഞ്ഞപ്പോൾ ചെന്ന് പറയടി, നിന്നെ അവർക്ക് ആവശ്യമില്ല, നിന്നല്ല വേണ്ടത്, സ്വർണവും പണവും ചോദിച്ചാണ് അവൻ എന്നെ അടിച്ചത്, ഞാൻ അവനെ തല്ലാഞ്ഞത് നിന്റെ ആങ്ങളായതുകൊണ്ടാണ്, അല്ലാണ്ട് എനിക്ക് തല്ലാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, നിന്നെ അവർക്ക് വേണ്ട, അവർക്ക് അവരുടെ സ്വർണവും പണവും മാത്രം മതി. എനിക്ക് പറയാൻ പറ്റും നീ നിന്റെ കാമുകനത് കൊണ്ടുകൊടുത്തെന്നുള്ള കാര്യം. ഒന്നില്ലെങ്കിൽ അവർ സ്വയം തിരുത്തണം, അതല്ലാന്നുണ്ടെങ്കിൽ നീ കൊടുത്ത സ്വർണം നീ തന്നെ തിരിച്ചു വാങ്ങാറായിരിക്കണം. നിനക്ക് പറ്റുമോ നിന്റെ കാമുകൻ്റെ അടുത്ത് പോയി ആ സ്വർണം തിരിച്ചു വാങ്ങാൻ എന്നൊക്കെ ചോദിച്ച് ആര്യൻ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് മിത്രനോട്. മിത്ര അവിടെ നിന്ന് പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. എല്ലാം കൊണ്ട് അത്രയും അടി കിട്ടിയിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അലോകിനോട് പറഞ്ഞില്ല എന്നുള്ള കാര്യത്തിൽ മിത്രയ്ക്ക് ഒരു സന്തോഷം ഉണ്ടായിരുന്നു ആര്യനോട്. അതിനുശേഷം അന്ന് ആകാശും ആനന്ദും എല്ലാവരും കൂടെ ഒന്നിച്ച് മുകളിൽ കിടക്കുക. അവർക്ക് ചേട്ടനനിയന്മാർ ഭയങ്കര വിഷമാവുന്നുണ്ട്. ഒന്നിച്ച് എന്നെ കിടക്കും, മാമനും ഉണ്ടാവും. ആ സമയത്ത് തന്നെ നമ്മുടെ ബാലന് വല്ലാത്തൊരു വിഷമമുണ്ട് മനസ്സിൽ. ആര്യനെ മറ്റുള്ളവർ തല്ലിയതിൽ ബാലൻ എത്ര അടിച്ചാലും മറ്റുള്ളവരൊന്നും തൊടുന്നതൊന്നും നമ്മുടെ ബാലന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ബാലൻ മുകളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അതിന് മുന്നേ ചേട്ടനനിയന്മാർ നല്ല കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരിക്കുള്ളൂ. സമാധാനിപ്പിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞ് സന്തോഷിച്ചൊക്കെ അവർ കിടക്കുക. ആ സമയത്ത് നമ്മുടെ ബാലൻ വരുന്നുണ്ട്. ബാലൻ വന്ന് ആര്യൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. ആര്യൻ്റെ മുറിയുമ്മൽ ഇങ്ങനെ തലോടുന്നുണ്ട് കാണാണ്ട്, ആര്യൻ അറിയാണ്ട്. എന്നിട്ട് ഇങ്ങനെ ബാലൻ്റെ കണ്ണീന്ന് വീഴുന്ന കണ്ണീര് ആര്യൻ്റെ കൈമലേക്ക് വീഴുന്നുണ്ട്. പക്ഷെ അപ്പം നമ്മുടെ ആര്യൻ ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു. ആര്യൻ ഒന്നും മിണ്ടില്ല. കാരണം അച്ഛൻ ചമ്മണ്ട, കണ്ണ് തുറക്കുമ്പോൾ ഇനി അതൊരു വിഷമാവണ്ടെന്ന് വിചാരിച്ചിട്ട് ആര്യൻ കണ്ണടച്ച് തന്നെ കിടക്കും. അങ്ങനെ ബാലൻ അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് കണ്ണൊക്കെ തുടച്ച് പോകുമ്പോൾ ആര്യൻ കണ്ണ് തുറക്കും. ആര്യൻ കണ്ണ് തുറന്ന് അച്ഛൻ പോയ ഭാഗത്തേക്ക് നോക്കി ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ആകാശ് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്താടാന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ വന്നു ചേട്ടാ, അച്ഛൻ വന്നെൻ്റെ മുറിവിൽ തൊട്ട് തലോടി നിറപ്പം നമ്മുടെ അച്ഛൻ പാവണ്ട, നിന്നോട് ഇഷ്ടമുണ്ട്, പക്ഷേ പ്രകടിപ്പിക്കാനാണ് സ്വർണത്തിൻ്റെ കാര്യത്തിൽ അച്ഛനൊരു വിഷമമുണ്ട്, അതുകൊണ്ടാണ്. അതപ്പം അച്ഛനെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഒരു ദിവസം കൊണ്ട് നീ ആ സ്വർണ്ണം അത്രയും ചിലവാക്കി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. നീ അച്ഛനല്ല ഞാൻ പോലും വിശ്വസിച്ചിട്ടില്ലടാന്ന് പറയും. നീ സമാധാനമായിട്ട് കിടക്കുക, ഇനിയിപ്പോൾ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് അങ്ങനെ ആര്യൻ ശരിക്കും ബാലൻ പോയ ഭാഗത്തേക്ക് നോക്കി ഇങ്ങനെ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.